എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആറന്മുള ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ഇത് പമ്പാ നദി തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പ്രശസ്തമായ 5 ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട ജില്ലയിലെ ഈ ക്ഷേത്രം. ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള പ്രശസ്തമായ ആറന്മുള വള്ളംകളി നടക്കുന്നത് ഇവിടെയാണ്. ആഗ്രഹ സാഫല്യത്തിനായി നടത്തുന്ന വള്ളസദ്യ ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. തിരുവോണത്തോണിയും അഷ്ടമിരോഹിണി വള്ളസദ്യയും ഉത്രട്ടാതി വള്ളംകളിയും വഞ്ചിപ്പാട്ടും ഏറെ പ്രസിദ്ധമാണ്. നമ്മളതൊക്കെ ഫസ്റ്റ് വരുന്നുള്ളൂ അല്ലേ? ചിങ്ങമാസം അഷ്ടമി രോഹിണി നാൾ മുതലാണ് ഇവിടെ വള്ളസദ്യ ആരംഭിക്കുന്നത്. 51 വിഭവങ്ങൾ ചേർന്ന വിഭവസമൃദ്ധിയാർന്ന സദ്യയാണ് വള്ളസദ്യ. ചോറ്, പരിപ്പ്, നെയ്യ്, പപ്പടം, പപ്പടവട, അവിയൽ, സാമ്പാർ, തോരൻ, പച്ചടി, കിച്ചടി, നാരങ്ങാക്കറി, ഇഞ്ചിപ്പുളി, ഉപ്പുമാങ്ങ, എരിശ്ശേരി, കാളൻ, ഓലൻ, രസം, പാളത്തൈര്, മോര്, പഴപ്രഥമൻ, അടപ്രഥമൻ, കടലപ്രഥമൻ, പാൽപ്പായസം, ഉപ്പേരി 4 കൂട്ടം, കദളി, വാഴപ്പഴം, എള്ളുണ്ട, ഉണ്ണിയപ്പം, കൽക്കണ്ടം, ഉഴുന്നുവട, ശർക്കര, നെല്ലിക്കയച്ചാർ, തേൻ, പഴനുറുക്ക്, മുന്തിരിങ്ങ, കരിമ്പ്, മെഴുക്കുപുരട്ടി, ചമ്മന്തിപ്പൊടി, തകരയിലക്കറി, മാങ്ങാപ്പഴക്കറി, ചേമ്പിലത്തോരൻ, ചുക്കുവെള്ളം എന്നിവയാണ് പ്രധാന വിഭവങ്ങൾ. സദ്യക്ക് വള്ളക്കാർ ചോദിക്കുന്നതനുസരിച്ചാണ് കറികൾ വിളമ്പുക.
ക്ഷേത്രാങ്കണത്തിൽ വെച്ചാണ് വള്ളസദ്യ നടത്തുന്നത്. പമ്പാ നദിയിലുള്ള വള്ളംകളിക്ക് ശേഷം അഷ്ടമംഗല്യവും നിറപറയും നിലവിളക്കും വെച്ച് വഴിപാടുകാർ വള്ളക്കാരെ സ്വീകരിച്ചാനയിക്കുന്നു. വള്ളക്കാർ തുഴ ഉയർത്തിപ്പിടിച്ച് വള്ളപ്പാട്ട് പാടിക്കൊണ്ട് ക്ഷേത്രം പ്രദക്ഷിണം ചെയ്യുന്നു. അതിനുശേഷമാണ് വള്ളസദ്യ ആരംഭിക്കുന്നത്.